സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു സമൂഹം മാത്രമേ ഉയർന്നു നിൽക്കൂ എന്ന നിലയ്ക്ക് പരസ്പര സഹകരണത്തോടുകൂടി സാമ്പത്തിക ഭദ്രത ആർജിക്കാൻ നമ്മൾ വേണ്ടതുപോലെ പരിശ്രമിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കണം. പ്രശ്നങ്ങളെക്കുറിച്ച് ഏറെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രശ്നങ്ങളെക്കുറിച്ച് വാതോരാതെ പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമില്ല. നമ്മുടെ ദൃഷ്ടി, നമ്മുടെ ചർച്ച പരിഹാരോന്മുഖമാകണം. ആ നിലയ്ക്ക് ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയരാനുള്ള സന്ദേശം നമ്മുടെ പ്രവർത്തന മേഖലയിൽ നൽകാൻ നമുക്ക് സാധിക്കണം. ഈ കൂട്ടത്തിൽ ക്ഷേത്ര പ്രവർത്തകരുണ്ട്, ഈ കൂട്ടത്തിൽ തന്ത്രിമാരുണ്ട്, ഈ കൂട്ടത്തിൽ സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരുണ്ട്, ഈ കൂട്ടത്തിൽ യോഗവിദ്യ പഠിപ്പിക്കുന്നവർ, അതുപോലെ നേരത്തെ പറഞ്ഞ പല മേഖലകളിൽ ഹൈന്ദവ സമാജത്തെ സ്പർശിക്കാൻ ശക്തിയുള്ളവരുണ്ട്. ഏതാവട്ടെ നമ്മുടെ മേഖല, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സനാതന ധർമ്മത്തിൻ്റെ ശാക്തീകരണത്തിനായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും നിലകൊണ്ടാൽ അത് എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ശാക്തീകരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുമുള്ള ശാക്തീകരണം. ഉദാഹരണത്തിന്, ഏതെങ്കിലും വ്യക്തിയോ സമാജമോ സാമ്പത്തികമായി താഴേക്ക് പോയാൽ അവർ മറ്റുള്ളവരാൽ ചവിട്ടി മതിക്കപ്പെടും, ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് വേദം നമ്മളോട് പറഞ്ഞത്, ഭൂത്യേന പ്രമദിതവ്യം. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് നമ്മൾ മടിച്ച് പിന്മാറരുത്.